നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ കരണപ്ര മിനി സ്റ്റേഡിയത്തിന്റെയും ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. കായിക വകുപ്പിന്റെ ഫണ്ടും മന്ത്രി എം.ബി. രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് ഗ്രൌണ്ട് നവീകരിച്ചത്. ഇതിൽ തന്നെ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓപ്പൺ ജിംനേഷ്യം ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മണ്ഡലത്തിലെ രജിസ്ട്രേഷനുള്ള 56 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ അശോകൻ, വാർഡ് മെമ്പർ എം.പി. മനോജ്, ഫുട്ബോൾ താരം സി.കെ. വിനീത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. മഴ പെയ്യാണ്, സ്വാഗതം പറയുന്ന ആളിവിടെ കാണാനില്ല. അതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് അത് നടത്തേണ്ടതുകൊണ്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ ഇന്ത്യൻ ഫുട്ബോൾ താരം നമ്മുടെ ഉദ്ഘാടനത്തിനായി ഇവിടെ വരെ യാത്ര ചെയ്തു വന്ന പ്രിയപ്പെട്ട ശ്രീ സി.കെ. വിനീതിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഇപ്പം നിങ്ങളുടെ നാട് എന്ന് പറയുന്നത് എന്താ പറയാ, ഇത്രയധികം ചരിത്രപരമായ അല്ലെങ്കിൽ സാംസ്കാരികമായ സാധനങ്ങളൊക്കെ അടങ്ങി എന്താ പറയുക, ഒരു അടിപൊളി നാട് എന്ന് നമ്മൾ പറയുന്നില്ല. അതേപോലത്തെ ഒരു നാടാണ് തൃത്താല എന്നുള്ളതാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഒരു നാട്ടില് എന്താ പറയുക, നമ്മളെ കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ കായിക മേഖലയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. അങ്ങനെ കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന ഒരു ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനത്തിലൂടെ എത്തിപ്പെടാനും അതിന്റെ ഭാഗമാകാനും സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അതിൽ എന്നെ ക്ഷണിച്ച രാജേഷേട്ടന്, നിങ്ങൾ എം.എൽ.എ. ആണ്, നിങ്ങൾ മിനിസ്റ്ററാണ് എന്നറിയാം, പക്ഷെ അങ്ങനെ വിളിച്ചിട്ടാണ് ശീലം. കാരണം കുറെ കാലങ്ങളായിട്ടുള്ള പരിചയമാണ്. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെ സാറെന്ന് വിളിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കണമെന്നോ. ചാലിശ്ശേരി പോലീസ് സ്ഥാപിച്ച സ്പീഡ് ബ്രേക്കറിൽ സ്കൂട്ടർ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരൻ കപ്പൂർ നരിമട പടാട്ടുകുന്ന് സ്വദേശി ഇക്കുരത്ത് വളപ്പിൽ കുഞ്ഞിപ്പ എന്ന മുഹമ്മദുണ്ണിയാണ് മരിച്ചത്. തണ്ണീർക്കോട് പള്ളിക്ക് മുമ്പിൽ വെച്ച് ഉച്ചയ്ക്ക് 2:45 അപകടം. സമീപത്തെ സ്കൂളിന് മുന്നിൽ ചാലിശ്ശേരി പോലീസ് സ്ഥാപിച്ച സ്പീഡ് ബ്രേക്കറിൽ സ്കൂട്ടർ ഇടിച്ചു മറിയുകയായിരുന്നു. കുട്ടനാട് ഭാഗത്തു നിന്നും പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മുഹമ്മദ് ഉണ്ണിയെ ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെല്ലു സംഭരണത്തിലെ ആവർത്തിച്ചുള്ള വീഴ്ച സർക്കാരിന്റെ കാർഷിക ദ്രോഹത്തിന്റെ തെളിവാണെന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. കൂറ്റനാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃത്താല മണ്ഡലത്തിലെ പരുതൂരും കപ്പൂരുമൊന്നും ഇപ്പോഴും നെല്ല് സംഭരണം പൂർത്തിയായിട്ടില്ല. എടുത്ത നെല്ലിന് PRS സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നു. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ മറച്ചുപിടിക്കാൻ മന്ത്രി എം.ബി. രാജേഷ് അടക്കമുള്ളവർ കപടനാടകം ആടുകയാണ്. ഉൽപാദന ചെലവും 50% ലാഭവും ചേർത്ത് താങ്ങുവില നിശ്ചയിക്കാനുള്ള സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത UDF സർക്കാർ നടപ്പിലാക്കുമെന്നും ബൽറാം പറഞ്ഞു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി നിർവാഹക സമിതി അംഗം C.V. ബാലചന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി O.K. ഫാറൂഖ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ T.K. സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. വിനോദ്, DCC ഭാരവാഹികളായ P.V. മുഹമ്മദ് അലി, P. ബാലൻ, P. മാധവദാസ്, P.A. വാഹിദ്, P. ബാലകൃഷ്ണൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് A.P. ശക്തി തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൽ ഒരുക്കിയ ഓക്സിജൻ പാർക്ക് ആദ്യഘട്ട ഉദ്ഘാടനത്തിനൊരുങ്ങി. ഈ മാസം 13-ന് കൃഷിമന്ത്രി P. പ്രസാദ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൃഷി വകുപ്പിന് കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഓർച്ചാർഡിനെ ഫാം ടൂറിസം കേന്ദ്രമായി മാറ്റുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരുക്കിയ ഓക്സിജൻ പാർക്കാണ് ഉദ്ഘാടന സജ്ജമായിരിക്കുന്നത്. കൃഷിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം ഫാം ടൂറിസത്തിന് ഊന്നൽ നൽകി കർഷകർക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ആധുനിക കൃഷിരീതികളും സാങ്കേതിക വിദ്യകളും പരിശീലിപ്പിക്കാൻ സാധിക്കുന്ന കേന്ദ്രമായി ഓർച്ചാർഡിനെ മാറ്റുകയാണ് ലക്ഷ്യം. ഓക്സിജൻ പാർക്കിന്റെ ഭാഗമായി ആംഫി തിയേറ്റർ, ഏറുമാടം, സെൽഫി പോയിന്റ്, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സെയിൽസ് കൗണ്ടറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടുംബസമേതം ഇവിടേക്ക് ആളുകളെ ആകർഷിപ്പിക്കുകയാണ് ലക്ഷ്യം. കുട്ടികൾക്കുള്ള മിനി പാർക്കും ഇവിടെ സജ്ജമാക്കുന്നുണ്ട്.
ആദ്യഘട്ട പ്രവൃത്തികളുടെ ഉദ്ഘാടനം മാർച്ച് 13 രാവിലെ 10 മണിക്ക് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പിയിലെ വളരെ മികച്ച ഒരു പദ്ധതി കൂടി നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൽ ഒരു മികച്ച പാർക്ക്, ഫാം ടൂറിസം സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച ഓക്സിജൻ പാർക്ക് എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇടം യാഥാർത്ഥ്യമാവുകയാണ്. നമുക്കറിയാം, നമ്മൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പാശ്ചാത്തല സൗകര്യം, കുടിവെള്ളം ഇതിനെല്ലാം ഫണ്ട് ലഭ്യമാക്കിയതിനു ശേഷം അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് പൊതുജനങ്ങൾക്ക് വന്നിരിക്കാനും അവർക്ക് മാനസികമായി ഉല്ലാസം ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ കൃഷിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. ഒന്ന് EMS പാർക്ക് നമ്മൾ നിളയുടെ തീരത്ത് യാഥാർത്ഥ്യമാക്കി. ഇപ്പോൾ സെൻട്രൽ ഓർച്ചാർഡിൽ 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഡീഷണൽ ഫണ്ട് MLA ഫണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ കേര പദ്ധതിയുടെ ഭാഗമായി 10 കോടിയിലധികം വരുന്ന തുകയുടെ വലിയൊരു വികസന പദ്ധതി കൂടി നമ്മളെ ഇവിടെ വരാൻ പോകുന്നുണ്ട്. എന്തായിരുന്നാലും പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിലെ ഫാം ടൂറിസം പദ്ധതി ഏറ്റവും മികച്ച ഓക്സിജൻ പാർക്ക് എന്നുള്ള നിലക്ക് തന്നെ ഈ പാർക്ക് ജനങ്ങൾക്ക് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് തുറന്നു കൊടുക്കുകയാണ്. കേരളത്തിൻ്റെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഈ വരുന്ന 13-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് രാവിലെ 10 മണിക്ക്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകരുടെ ഒരു കിസാൻ മേള കൂടി ഇവിടെ നടക്കുന്നുണ്ട്. കർഷകരുടെ സെമിനാർ ഉണ്ടാവും, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടാവും, അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു വിവിധ സ്റ്റാളുകൾ ഇവിടെ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടവരുടെ യോഗവും ഫാമിൽ ചേർന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. വ്യവസായ പാർക്കും IT പാർക്കും ഉൾപ്പെടെയുള്ള നൂതന പദ്ധതികളുമായി പട്ടാമ്പി നഗരസഭയുടെ വാർഷിക ബജറ്റ്. വൈസ് പ്രസിഡന്റ് അസ്ന ഹനീഫയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വാർഷിക ബജറ്റാണ് പട്ടാമ്പി നഗരസഭയിൽ വൈസ് പ്രസിഡന്റ് ഹസ്ന ഹനീഫ അവതരിപ്പിച്ചിരിക്കുന്നത്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് ബജറ്റിലൂടെ നഗരസഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 117 കോടി 46,95,719 രൂപ വരവും 106 കോടി 60,54,424 രൂപ ചിലവും 10 കോടി 86,41,295 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പട്ടാമ്പിയിൽ റെയിൽവേ ഓവർബ്രിഡ്ജിനായി 11 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. റെയിൽവേ അണ്ടർപാസേജിനായി 10 കോടി രൂപയും വകയിരുത്തി. പട്ടാമ്പിയിൽ പുതിയ ബസ് സ്റ്റാൻഡിനും KSRTC ബസ് സ്റ്റാൻഡിനുമായി 2 കോടി രൂപ വീതം നീക്കിവെച്ചു. ആരോഗ്യമേഖലയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സ്ഥലം വാങ്ങാൻ 10 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. IT പാർക്കിനും വ്യവസായ പാർക്കിനുമായി 10 കോടി രൂപയും നമ്പർത്തെ ടൂറിസം കേന്ദ്രം പദ്ധതിക്കായി 8.5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി 1.75 കോടി രൂപ നീക്കിവെച്ചു. ഭവന നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനുമായി 1 കോടി രൂപ, ഫ്ളാറ്റ് സമുച്ചയത്തിനായി 1 കോടി രൂപ, കീഴായൂർ കുടിവെള്ള ഫിൽറ്റർ പ്ലാന്റിനായി 7 കോടി രൂപ എന്നിവയും ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ദൃഢനിശ്ചയത്തോടെയാണ് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. പട്ടാമ്പിയുടെ ഭാവി കൂടുതൽ ശക്തവും പുരോഗമനപരവുമാക്കുന്നതിനുള്ള ഉറച്ച ചുവടുവെപ്പായിരിക്കും. 24,36,21,689 രൂപ പ്രതീക്ഷിത റവന്യൂ വരവും 10,86,41,295 രൂപ പ്രതീക്ഷിത റവന്യൂ ചിലവും കഴിച്ചു 13,49,80,394 രൂപ മിച്ചം വരുന്ന ഈ ബഡ്ജറ്റിലൂടെ വിഭാവനം ചെയ്യുന്നത്. റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കായി 4.2 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണത്തിന് 10 ലക്ഷം രൂപയും സോളാർ പദ്ധതികൾക്കായി 2 കോടി രൂപയും നീക്കിവെച്ചു. മത്സ്യ മാർക്കറ്റ് നവീകരണത്തിനായി 1 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് 2 കോടി, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് 2 കോടി, IT പാർക്ക് 10 കോടി, ഭിന്നശേഷി ഇൻഷുറൻസ് ആൻഡ് സ്വയം തൊഴിൽ 25 ലക്ഷം, BPL ഇൻഷുറൻസ് 1 ലക്ഷം, മാനസിക ആരോഗ്യ കേന്ദ്രം 50 ലക്ഷം, റെയിൽവേ ഓവർ ബ്രിഡ്ജ് 13 കോടി, റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് 10 കോടി, നമ്പ്രം ടൂറിസ്റ്റ് കേന്ദ്രം പദ്ധതി 10 കോടി, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ സോളർ 2 കോടി, കീഴായൂർ കുടിവെള്ള ഫിൽറ്റർ പ്ലാന്റ് 7 കോടി, ഫ്ലാറ്റ് സമുച്ചയം.
നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മറ്റു കൗൺസിലർമാരും പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിൽ തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂരിൽ വൈദ്യുതി പോസ്റ്റും മരവും പൊട്ടിവീണ് അപകടം. ആളപായമില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ വേനൽ മഴയിലും കാറ്റിലുമാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ നെടുങ്ങോട്ടൂരിന് സമീപം മരവും വൈദ്യുതി പോസ്റ്റും റോഡിലേക്ക് പൊട്ടി വീണത്. ഇതോടെ വൈദ്യുതി ബന്ധം താറുമാറായി. ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഉണ്ടാവാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. നെടുങ്ങോട്ടൂർ ആരവം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തായിരുന്നു സംഭവം. ഇതോടെ കൈപ്പുറം നെടുങ്ങോട്ടൂർ പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തിരുവേപ്പുറ പഞ്ചായത്തിലെ നെടുങ്ങോട്ടൂർ, വിളയൂർ പഞ്ചായത്തിലെ എടപ്പലം പ്രദേശങ്ങളിലും മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീടുകളുടെ മുകളിലേക്ക് മരച്ചിലകൾ പൊട്ടി വീണുള്ള അപകടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുടെ ഷീറ്റുകൾ തകർന്നു വീണുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയും ആളപായമില്ല. പട്ടാമ്പിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന തഹസിൽദാർ ടി.പി. കിഷോറിന് യാത്രയയപ്പ് നൽകി. ഇതോടൊപ്പം അനുമോദന സദസ്സും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. സ്ഥലം മാറിപ്പോകുന്ന പട്ടാമ്പി തഹസിൽദാർ ടി.പി. കിഷോർ, നാഗരശ്ശേരി വില്ലേജ് ഓഫീസർ ശ്രീജിത്ത്, മറ്റു ജീവനക്കാരായ അരവിന്ദ്, അമൃത എന്നിവർക്കാണ് താലൂക്ക് സ്റ്റാഫ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകിയത്. ഇതോടൊപ്പം മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയ തൃത്താല വില്ലേജ് ഓഫീസർ നദീറയ്ക്ക് അനുമോദനവും ഒരുക്കി. പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് മുഹമ്മദ് മോസിൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അതല്ലെങ്കിൽ അമിതമായ ബന്ധത്തിന്റെ പേരിൽ വേറെ തരത്തിൽ നിയമപരമല്ലാത്ത രീതിയിലേക്ക് പോകുക, അങ്ങനെയുള്ള ഒരു മോഡൽ നമ്മൾ കണ്ടു. നമ്മൾ അങ്ങനെയല്ല. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ചില സമയത്ത് ചില പ്രശ്നക്കാരായ ആളുകൾ വരുമ്പോൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചൂടാവേണ്ടി വന്നിട്ടുണ്ടാവും. ബഹുഭൂരിപക്ഷം ആളുകളും, എല്ലാ ആളുകൾക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ജോലി ചെയ്യുന്ന ഇടങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമ്മളൊരു പരിധി വരെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഉദ്യോഗസ്ഥരോട് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടാണ് ഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരും ചെയ്തിട്ടുള്ളത്. വളരെ നന്നായി നമുക്ക് അതുകൊണ്ട് പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. അവസാനമായി പട്ടാമ്പി റവന്യൂ ടവർ, ഒരു റവന്യൂ ആസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ പട്ടാമ്പിയിൽ റവന്യൂ ടവർ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മുമ്പിൽ വേറൊരു സ്വപ്നം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ആളുകൾ ജില്ല അവിടെ വേണം ഇവിടെ വേണം എന്നൊക്കെ പറയുന്നു. പുതിയ ജില്ല രൂപീകരിക്കണോ വേണ്ടയോ, അത് മറ്റൊരു അനദർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് വരുന്ന കാലങ്ങളിൽ അറിയാം. എന്നായിരുന്നാലും ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലകൾ വരികയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ആ ജില്ലക്കൊരു ആസ്ഥാന മന്ദിരം ഇല്ല എന്ന നിലക്കുള്ള ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. 34 കോടി രൂപ നമ്മൾ അനുവദിച്ച് റവന്യൂ ടവർ ടെൻഡറായി കഴിഞ്ഞു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പട്ടാമ്പി തഹസിൽദാർ വി. സുജിത് അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് നിമാനൂർ മുഹമ്മദ്, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി, ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് ഡെപ്യൂട്ടി തഹസിൽദാർ അലി, സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറിയും ഡെപ്യൂട്ടി തഹസിൽദാറുമായ കെ.സി. കൃഷ്ണകുമാർ, ട്രഷറർ നന്ദിനി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഉപഹാര സമർപ്പണവും നടന്നു. തുടർന്ന് ഇഫ്താർ സംഗമവും ഒരുക്കി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.